ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിലെത്തിയ പോറ്റിയും മണിയും ജോലിക്ക് പോവാനായി തുടങ്ങുന്ന സന്തോഷിനെ പിടിച്ചിരുത്തി പോയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞങ്ങൾ നിന്റെ കാര്യം സംസാരിക്കാൻ ആ പെണ്ണിനെയും ടീച്ചറെയും കണ്ടു എന്ന് പോറ്റി പറയുമ്പോൾ അതെന്താ ആളിയ എൻ്റെ അടുത്ത് പറയാത്തേന്ന് നടേശൻ ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞാ നീ ഒരുമാതിരി ഞഞ്ഞാപ്പിഞ്ഞാ ന്യായം പറയത്തില്ലയോ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും അല്ല ഇപ്പൊ എന്ത് സംസാരിക്കാനാ പോയെന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. ഇനി കേസും കാര്യങ്ങളുമൊക്കെ ആയി പോയാൽ രണ്ടും രണ്ട് വഴിക്കാവാൻ കൊല്ലങ്ങൾ എടുക്കുമെന്ന് എന്ന് പോറ്റി പറയുമ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാമെന്നാ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. അവരെ കണ്ട് മ്യൂച്വലിനൊന്ന് ശ്രമിക്കാമെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അതാവുമ്പോ കാര്യങ്ങൾക്കൊരു നീക്കുപോക്കുണ്ടാവുമല്ലോ എന്ന് പോറ്റി പറയുമ്പോൾ ഇക്കാര്യം സന്തോഷമായിട്ട് സംസാരിച്ചായിരുന്നു എന്ന് നടേശൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, താനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഇവന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ അളിയ, അപ്പോ ഇവനോട് സംസാരിച്ചിട്ട് വേണ്ടേ തീരുമാനിക്കാൻ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തീരുമാനിച്ചിട്ടല്ലേ ഞാനെതിർത്തിട്ടും ആ പെണ്ണിനെ ഇവൻ കെട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ട് എന്തായി? ലോകം കണ്ട മുതിർന്നവർ പറയുന്നതിന് ഒരു കാരണമുണ്ടാവും. വകതിരിവുള്ളവർ അത് കേൾക്കും, അല്ലാത്തവരുടെ ജീവിതം ഇങ്ങനിരിക്കും. ശരിയെന്ന് തോന്നിയതാ ഞാനും മണിയും കൂടി പ്രവർത്തിച്ചതെന്ന് പോറ്റി പറയുന്നുണ്ട്. എന്നിട്ട് എന്തായി? അവരെന്ത് പറഞ്ഞു എന്ന് നടേശൻ ചോദിക്കുന്നുണ്ട്. നയത്തിൽ സംസാരിക്കാനാ പോയതെങ്കിലും സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ നയമെല്ലാം അങ്ങ് പോയി എന്ന് പോറ്റി പറയുമ്പോൾ എനിക്ക് ആ പെണ്ണിനെ കാണുന്നത് തന്നെ കലിയ. എൻ്റെ കുഞ്ഞുട്ടൻ്റെ ജീവിതം തുലച്ച പൂതനയാവള് എന്ന് മണിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കൊച്ചു പിള്ളേരെക്കുറിച്ച് ഇങ്ങനൊന്നും പറയല്ലേ മണി എന്ന് നടേശൻ വഴക്കു പറയുമ്പോൾ ഓ അവളല്ലേ കൊച്ചു പെണ്ണ്, നിങ്ങളൊന്ന് വായടച്ച് മിണ്ടാതിരിക്കും മനുഷ്യ എന്ന് മണിയും പറയുന്നുണ്ട്. അവളുടെ ബേക്കറിയിലൊരു നിൽപ്പ് കാണണമായിരുന്നു, കളിച്ചു ചിരിച്ചോണ്ട്. അല്ല പിന്നെ, ഞങ്ങളോടുള്ള ചീറ്റലിനൊന്നും ഒരു കുറവുമില്ല എന്ന് പോറ്റി പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി കാര്യങ്ങൾ പഴയതിലും മോശമാക്കി എന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്ന് നോക്കിയാ പോരെ നടേശ. അവളെ മ്യൂച്വലിന് സമ്മതിച്ചു എന്ന പോറ്റിയുടെ വാക്കുകൾ കേട്ട് സന്തോഷം ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. അമ്പരപ്പോടെ ആണോ വീണ അങ്ങനെ പറഞ്ഞോ എന്നവൻ ചോദിക്കുമ്പോൾ നിന്നെ ഇനി അവൾക്ക് വേണ്ടാന്ന് അവൾ തലയ്ക്കൊഴിഞ്ഞൊഴിഞ്ഞു പറഞ്ഞു. എന്തിൽ വേണേലും ഒപ്പിടാമെന്ന്, ഇനി നിന്നെ വേണ്ടാന്ന് പോറ്റി പറയുന്നത് കേൾക്ക് സന്തോഷം ദേഷ്യത്തോടെ തന്റെ ബാഗും എടുത്ത് പോവാനായി തുടങ്ങുന്നുണ്ട്. അവനെ പിടിച്ചുവെച്ച് ഇടാ കുഞ്ഞുട്ടാ നീ എങ്ങോട്ടാ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ വിടെന്ന് പറഞ്ഞ് സന്തോഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എന്തെങ്കിലും നീയൊന്ന് പറഞ്ഞിട്ട് പോ എന്ന് മണി വിഷമത്തോടെ അവനോട് വിളിച്ചു പറയുമ്പോഴേക്കും പോറ്റി അങ്ങോട്ട് ചെന്ന് നിന്റെ മോനാണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇവനൊരു നിലപാടില്ലാത്തവനാ. മിക്കവാറും അവൻ ഓഫീസിൽ പോവാതെ അവളുടെ അടുത്തോട്ടായിരിക്കും പോയിരിക്കുക എന്ന് പോറ്റി പറയുന്നുണ്ട്. ഏയ് അങ്ങനൊന്നും പോവില്ല അണ്ണാ എന്ന് മണി ടെൻഷനോടെ പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാ മണി ഈ പറയുന്നത് എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. നടേശനും അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അപ്പോൾ മ്യൂച്വൽ പെറ്റീഷനിൽ ഒപ്പിടാമെന്ന് വീണ സമ്മതിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇവനെ വേണ്ടാന്ന്, അതിനുവേണ്ടി എന്ത് വേണേലും ചെയ്തു തരാമെന്ന്. നടേശ അതിനു തക്ക കാരണവുമുണ്ട്. ശങ്കറിന് ചിലതിങ്ങനെ തെളിഞ്ഞു വരും. അന്ന് ഞാൻ മധുബനോട് പറഞ്ഞ് ജോണുമായുള്ള ഒരു അലിഗേഷൻ പെറ്റീഷനിൽ ചേർത്തില്ലേ, അതുള്ളതാ നടേശ. അവനവിടുത്തെ സ്ഥിരം സർക്കിട്ടുകാരനാ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും അവൻ ആ ബേക്കറിയിലേക്ക് വന്നു എന്ന് പോറ്റി ജോണിനെ കുറിച്ച് പറയുന്നുണ്ട്. അളിയ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ബന്ധം വേണ്ടെന്ന് വെക്കാം, ചുമ്മാ ജയിക്കാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് നടേശനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തില്ലാത്ത കാര്യം? ശങ്കരന് അതിൻ്റെയൊന്നും കാര്യമില്ല, കെട്ടിയോളും സാക്ഷിയാ, ചോദിച്ചു നോക്ക് എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണിയും അതെ എന്ന് സമ്മതിക്കുന്നുണ്ട്. ബേക്കറിയിൽ ആ പയ്യൻ പോയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ? ബേക്കറിയിൽ ആ ടീച്ചറൊക്കെയല്ലേ, പിന്നെന്താ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. എല്ലാം കണക്കാ നടേശ. ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ അവിടുത്തെ പണിക്കാർ ഞങ്ങളെ അടിക്കാൻ വന്നു, തിളച്ച എണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. കേട്ടുകേൾവിയുള്ള കാര്യം വല്ലതുമാണോ നടേശ ഇതൊക്കെ? ഇനി ഇതൊന്നും ആലോചിച്ച് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് മധുബനോട് പറഞ്ഞ് മ്യൂച്വലിനുള്ള കാര്യങ്ങൾ തീർക്കണം. ദേ നടേശ, നീ ഇതിനിടയിൽ കാര്യമറിയാതെ തടസ്സങ്ങളൊന്നും പറയാതിരുന്നാ മതി എന്ന് പോറ്റി കൈകൂപ്പി പറയുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല പോരെ എന്ന് നടേശൻ ചോദിക്കുമ്പോഴേക്കും പോറ്റിയും മണിയും സന്തോഷത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. സന്തോഷ് ഓഫീസിലേക്ക് നടന്നു പോകുന്നതിനിടയ്ക്കാണ് വഴിയിൽ വെച്ച് ഒരു കടയിൽ നിന്നും സാധനം വാങ്ങി സ്കൂട്ടിയിൽ കയറുന്ന വീണയെ കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിരുന്ന സന്തോഷ് വീണയെ കണ്ട് വീണാന്ന് വിളിക്കുമ്പോഴേക്കും വീണ ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് സ്കൂട്ടി എടുത്ത് പോവാനായി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സന്തോഷ് ഓടി അവളുടെ അരികിലെത്തി അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പിന്നെ നിക്ക്, എനിക്കൊന്ന് സംസാരിക്കണം വീണ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും സംസാരിക്കാനുള്ളതൊക്കെ പോറ്റിയും അമ്മയും പറഞ്ഞു. മ്യൂച്വലിനെ എനിക്ക് സമ്മതമാ, അത് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വീണയും പറയുന്നുണ്ട്. അത് കേൾക്കെ സന്തോഷം ആകെ ടെൻഷനോടെ അതല്ല വീണ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ അധ്യായം അടഞ്ഞതല്ലേ ഏട്ടാ എന്ന് ചോദിച്ചുകൊണ്ട് വീണ തന്റെ സ്കൂട്ടിയും എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് ദേഷ്യത്തോടെ സന്തോഷ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്.
ദേഷ്യത്തോടെ തന്നെ ബാഗെല്ലാം നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് സോഫയിലിരുന്നുകൊണ്ട് അവൻ വീണ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. ഫ്യൂച്ചറിന് എനിക്ക് സമ്മതമാണ്, ആ അധ്യായം അടഞ്ഞതല്ലേ ഏട്ടാ എന്നൊക്കെ അവൾ പറഞ്ഞതോർത്ത് ടെൻഷനോടെ സന്തോഷം ഇരിക്കുമ്പോഴേക്കും പോറ്റിയും മണിയും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്താടാ മോനെ, എന്തു പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും സന്തോഷ് അവിടുന്ന് ദേഷ്യത്തോടെ എണീറ്റുണ്ട്. നിങ്ങൾ എന്റെ ജീവിതം തൊലച്ച് അടങ്ങൂ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്തോന്നാ കുഞ്ഞുട്ടാ ഇതൊക്കെ, എന്തിനാ അണ്ണന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മണിയും ചോദിക്കുന്നുണ്ട്. ദോഷം ആകെ ദേഷ്യത്തോടെ നിങ്ങൾ കാണിക്കുന്ന ഓരോന്നിനും ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോ നീ പിന്നെയും ആ പെണ്ണിന്റെ അടുത്ത് പോയോന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. പോറ്റി നിങ്ങൾക്കെന്താ പറ എന്ന് സന്തോഷ് ഒച്ച വെക്കുമ്പോഴേക്കും നടേശനും അങ്ങോട്ട് ഓടിയെത്തുന്നുണ്ട്. അതിന് നിങ്ങൾക്കെന്താന്ന് സന്തോഷ് വീണ്ടും ചോദിക്കുമ്പോഴേക്കും കുഞ്ഞുട്ടാ ദേഷ്യപ്പെടാതെ കാര്യം എന്താന്ന് പറ സന്തോഷേ എന്ന് നടേശനും പറയുന്നുണ്ട്. ആവശ്യമില്ലാതെ എല്ലാവരും കൂടി കയറി ഇടപെട്ടിട്ട എൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായത് എന്ന് സന്തോഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിനക്ക് നാണമുണ്ടോടാ സന്തോഷേ, ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒപ്പിട്ടില്ലേ, പിന്നെന്തിനാ നീ അവളുടെ അടുത്ത് പോയത് എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തിനാ അറിയുന്നേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ മക്കളെ കുഞ്ഞൂട്ടാ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അണ്ണൻ പോയത് എന്ന് മണിയും ചോദിക്കുന്നുണ്ട്. എന്റെ നല്ലതിനു വേണ്ടിയല്ലേ, പിന്നെന്തിനാ ഇങ്ങേരുടെ കൂടെ പോയതെന്ന് സന്തോഷ് അമ്മയോടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കേസും കൂട്ടവും ഒന്നും വരണ്ടെന്ന് വെച്ചിട്ടല്ലേ സംസാരിക്കാൻ പോയത് എന്ന് മണി ചോദിക്കുമ്പോൾ എന്നിട്ടിപ്പോ സംസാരിച്ചിട്ട് എന്തായി, എൻ്റെ അടുത്തുള്ള ദേഷ്യവും വെറുപ്പും കൂട്ടി എന്ന് സന്തോഷം പറയുന്നുണ്ട്. അപ്പോഴേക്കും പോറ്റിയും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇതാ മനസ്സിലാവാത്തത്, നീ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന പെണ്ണ് ദേഷ്യപ്പെട്ടാലെന്ത് വെറുത്താലെന്തെന്ന്. അത് കേൾക്കെ സന്തോഷം ദേഷ്യം സഹിക്കാനാവാതെ പോറ്റി അടിക്കാനായി ചെല്ലുമ്പോഴേക്കും മണിയും നടേശനും കൂടി സന്തോഷിനെ പിടിച്ചു വെക്കുന്നുണ്ട്. പറഞ്ഞു വിലക്ക് മണി, അല്ലെങ്കിൽ ഇവൻ എന്നെ അടിക്കും എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഓരോന്നാലോചിച്ച് വെറുതെ ടെൻഷൻ ആവല്ലേ, സമാധാനമായിട്ട് അവിടെ പോയിരിക്കെ പോ കുഞ്ഞൂട്ടാ എന്ന് നടേശൻ അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും അവനും അവിടെയുള്ള സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നടേശൻ പോറ്റിയോടായി പറയുന്നുണ്ട്, അളിയ ആദ്യം നിങ്ങളൊന്ന് അടങ്ങ്, ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ചെറുക്കനെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് പറയുമ്പോഴേക്കും നല്ലത് ചെയ്താലും കുഴപ്പമാ എന്ന് പറഞ്ഞ് പോറ്റി അവിടുന്ന് തടി തപ്പുന്നുണ്ട്. നടേശൻ അപ്പോഴേക്കും മണിയോടായി നീ ഇവന് കുടിക്കാൻ കുറച്ച് വെള്ളമെടുത്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. മണി വെള്ളമെടുക്കാനായി പോകുമ്പോഴേക്കും നടേശനും ആ സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട്. മണി വെള്ളം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും സന്തോഷ് അത് വാങ്ങി കുടിക്കുന്നുണ്ട്. പോറ്റി പിന്നെയും അങ്ങോട്ട് വന്ന് ദേഷ്യത്തോടെ ഇരിക്കുന്ന സന്തോഷിനെ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അത് കണ്ട സന്തോഷം ദേഷ്യത്തോടെ എണീറ്റുകൊണ്ട് തന്റെ കയ്യിലുള്ള ഗ്ലാസ് പോറ്റിയുടെ നേരെ വലിച്ചെറിയുന്നുണ്ട്. അത് കണ്ട് പോറ്റിയും ഒഴിഞ്ഞു മാറുമ്പോഴേക്കും ഗ്ലാസും നിലത്തേക്ക് വീഴുന്നുണ്ട്. പോറ്റിയും അമ്പരപ്പോടെ സന്തോഷിനെ നോക്കുമ്പോഴേക്കും അവനും പോറ്റിയെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ അയാളെ തന്നെ നോക്കി നിൽപ്പാ. നീ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് മണി അവനോട് ചോദിക്കുമ്പോഴേക്കും സന്തോഷം ദേഷ്യത്തോടെ ആ ഊഞ്ഞാലിലേക്ക് ഇരിക്കുന്നുണ്ട്. അളിയ നിങ്ങൾ ഇവന്റെ മുമ്പിൽ നിന്ന് പോ എന്ന് നടേശൻ പറയുമ്പോഴേക്കും പോറ്റിയും ഭയത്തോടെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. സന്തോഷ് അപ്പോഴും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവിടെ തന്നെ ഇരിപ്പാ. അമാധവത്തിൽ ചെടി നനച്ചോണ്ടിരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് സുജി അങ്ങോട്ട് വരുന്നത്. ടീച്ചറില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട്, വാ കയറി വാ എന്ന് വിളിച്ചോണ്ട് വീണ സുജിയും കൂട്ടി അകത്തേക്ക് എത്തുന്നുണ്ട്. സുജിയോട് ഇരിക്കാനായി പറഞ്ഞോണ്ട് അമ്മയെ വിളിച്ച് അമ്മേ ദേ അഡ്വക്കേറ്റ് സുജി വന്നു എന്ന് വീണ വിളിച്ചു പറയുന്നുണ്ട്. ആ വരുന്നു ടീച്ചർ അമ്മയും വിളിച്ചു പറയുന്നുണ്ട്. പിന്നീട് ടീച്ചറമ്മ അങ്ങോട്ട് വരുമ്പോഴേക്കും സുജി എണീക്കുന്നത് കണ്ട് മോൾ ഇരിക്കുന്ന ടീച്ചറമ്മ പറയുന്നുണ്ട്. ചായ എടുക്കുന്ന വീണയോടായി ടീച്ചറമ്മ പറയുമ്പോൾ ചായ ഒന്നും വേണ്ട എന്ന് സുജിയും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ മ്യൂച്വൽ ഉറപ്പിച്ചത് നന്നായെന്ന് സുജി പറയുമ്പോൾ സന്തോഷിന്റെ അമ്മയും അമ്മാവനും ബേക്കറിയിൽ വന്ന് സംസാരിച്ചിരുന്നു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇവിടെ വെച്ചും ശരിക്കും സംസാരമായി എന്ന് വീണ പറയുമ്പോ സോമൻ സാർ വിളിച്ചപ്പോ എതിർത്ത് സംസാരിച്ച പുള്ളിയല്ലേ, ആള് ശരിക്കും ടോക്സിക്കാ, എനിക്ക് അന്നേ തോന്നിയെന്ന് സുജിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും റിജിയും അങ്ങോട്ടെത്തുന്നുണ്ട്. റിജിയെ കണ്ട ടീച്ചറമ്മയും റിജി വാ നീ രാവിലെ തന്നെ ഇറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇറങ്ങിയപ്പാ എന്ന് റിജി പറഞ്ഞുകൊണ്ട് സുജിയുടെ അരികിലേക്കായി ഇരിക്കുമ്പോഴേക്കും അഡ്വക്കേറ്റ് വരുന്നു എന്നറിഞ്ഞ് മുത്താർ മലയിൽ നിന്നും വന്നേക്കുവാ റിജി ചേട്ടൻ എന്ന് വീണയും പറയുന്നുണ്ട്. അയ്യോ ഇതിനായി ചേട്ടൻ ധൃതിപ്പെട്ട് ഇറങ്ങണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് മ്യൂച്വലിന്റെ പ്രോസസ് എങ്ങനെയാന്ന് പറയാൻ വേണ്ടി വന്നതാ എന്ന് സുജിയും റജിയോടായി പറയുന്നുണ്ട്. അല്ല അതൊക്കെ ഞാൻ അറിയണം, കേസിന്റെ കാര്യങ്ങളെല്ലാം അപ്പച്ചൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് റജിയും പറയുന്നുണ്ട്. മ്യൂച്വൽ ഫയൽ ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം കോർട്ടിൽ ബ്ലൈൻഡ് ഗെയിംസ് ഉണ്ടാവില്ല, ഈ വിഴുപ്പലക്കലാണ് ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് സുജി ഓർമ്മിപ്പിക്കുമ്പോൾ അതേ സത്യം, നമുക്കാരെയും കുറ്റപ്പെടുത്തോ കുറവ് പറയോ ഒന്നും വേണ്ട എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ ഉഭയസമ്മതപ്രകാരം വേർപിരിയുന്നു, പെറ്റീഷൻ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യാം, അവരുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ചോളാം എന്ന് സുജി പറയുമ്പോൾ ഇനിയൊരു കോടതിയുടെ ടെൻഷൻ കൂടി എനിക്ക് സഹിക്കാൻ വയ്യ, അവര് പല ആരോപണങ്ങളും പറയും, അതെല്ലാം വല്ലാത്ത ട്രോമയാവും എന്ന് വീണയും ടെൻഷനോടെ പറയുന്നുണ്ട്.
അതാ ഞാനും മ്യൂച്വൽ എഗ്രി ചെയ്യുന്നത്. കോൺട്രസ്റ്റഡ് ഡിവോഴ്സ് ആണെങ്കിൽ 2 മുതൽ 5 വർഷം വരെ എടുക്കും തീർപ്പാക്കാൻ. മ്യൂച്വൽ ആണെങ്കിൽ 6 മുതൽ 10 മാസത്തിനകത്ത് ഡിവോഴ്സ് കിട്ടും എന്ന് സുജിയും പറയുന്നുണ്ട്. അതാ നല്ലതെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പിന്നെ നമ്മുടെ സമ്മർദ്ദം ഒഴിവാക്കുമെന്നതാ വലിയ മെച്ചം. അല്ലെങ്കിൽ പോലീസ് എൻക്വയറിയും ക്രോസ് എക്സാമും ഒക്കെയായി ഒരു വല്ലാത്ത ട്രോമയാവും. വല്ലാത്ത അവസ്ഥയാത്. പിന്നെ ഫിനാൻഷ്യലിയും ഇതാ നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ സുജി പറയുമ്പോഴും റിജി അവിടെ ചിരിയോടെ സുജിയെപ്പറ്റി ഓർത്തോണ്ടിരിക്കുക. അന്ന് കോടതി പരിസരത്ത് വെച്ച് മോഹൻ തള്ളിയപ്പോൾ സുജി വീണതും അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതുമെല്ലാം ഓർത്തവൻ ആലോചനയോടെ ഇരിക്കുമ്പോഴേക്കും റിജി ചേട്ടനാ കേസും കാര്യങ്ങളുമെല്ലാം നോക്കുന്നത്. അപ്പോ ഓക്കെ അല്ലേ റിജി ചേട്ടാന്ന് വീണ ചോദിക്കുന്നുണ്ട്. റിജി അപ്പോഴും ചെറിയ ചിരിയോടെ ആലോചനയിൽ തന്നെയാ. റിജി ചേട്ടാ ഞാൻ പറയുന്നത് റിജി ചേട്ടൻ കേൾക്കുന്നില്ലേ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും ആലോചനയിൽ നിന്നുണർന്ന് ഒരു പതർച്ചയോടെ അല്ല ഞാൻ ഈ കേസിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു എന്ന് റിജി പറയുന്നത് കേട്ട് അതൊക്കെ അഡ്വക്കേറ്റ് ആലോചിച്ചോളും, നമ്മൾ ടെൻഷൻ അടിക്കണ്ട അല്ലേ മോളെ എന്ന് ടീച്ചറമ്മ സുജിയോടായി ചോദിക്കുന്നുണ്ട്. അതെ അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് സുജിയും പറയുന്ന കേട്ട് വീണയ്ക്കും ചിരി വരുന്നുണ്ട്. ഞാനപ്പോ അവരുടെ അഡ്വക്കേറ്റുമായി സംസാരിച്ചിട്ട് വിളിക്കാം, അപ്പോ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുജി യാത്ര പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അതെ ഞാനേ എല്ലാം സെറ്റാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റിജിയും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട്. സുജി ചെന്ന് തന്റെ സ്കൂട്ടിയിൽ കയറുമ്പോഴേക്കും റിജിയും അങ്ങോട്ടെത്തി അവളോട് കുശലാന്വേഷണം നടത്തുന്നുണ്ട്. അവൾ പോയി കഴിഞ്ഞ് റിജി സ്വീകരണ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് റിജി അവരോടായി പറയുമ്പോഴേക്കും എന്തോക്കെ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അല്ല ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് എന്ന് റിജി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അവിടെ നിന്ന് എണീറ്റുണ്ട്. ഈ കേസിന്റെ കാര്യത്തിൽ നമ്മൾ എന്തിനാടാ പേടിക്കുന്നതെന്ന് ടീച്ചറമ്മ അവനോടായി ചോദിക്കുന്നുണ്ട്. അതെ അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞത് എന്ന് റിജിയും ഒരു ചമ്മലോടെ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും പുറകെ തന്നെ വീണയും ചിരിയോടെ അവനെ വിളിച്ചോണ്ട് അകത്തോട്ടായി പോകുന്നുണ്ട്. സന്തോഷ് അവിടെ വീട്ടിൽ ആകെ ടെൻഷനോടെ പോറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ട് നടപ്പാ. അവളെ മ്യൂച്വലിന് സമ്മതിച്ചു, നിന്നെ അവൾക്കിനി വേണ്ടാന്ന് അവൾ തലയ്ക്കൊഴിഞ്ഞു പറഞ്ഞു എന്നൊക്കെ പോറ്റി പറഞ്ഞതും ഓർത്തോണ്ട് അവൻ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മ്യൂച്വലിന് എനിക്ക് സമ്മതമാണ് എന്ന് വീണ പറഞ്ഞ വാക്കുകളും ഓർക്കെ അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ അധ്യായം അടഞ്ഞതല്ലേ ഏട്ടാ എന്ന വീണയുടെ വാക്കുകൾ ഓർക്കെ പെട്ടെന്ന് തന്നെ അവൻ തന്റെ മൊബൈൽ എടുത്ത് വീണയെ വിളിക്കുന്നുണ്ട്. സന്തോഷിന്റെ കോൾ കണ്ട് വീണ ഒരു നിമിഷം കോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയോടെ നിന്നുകൊണ്ട് കോൾ എടുത്ത് ഹലോ എന്ന് ചോദിക്കുമ്പോഴേക്കും വീണേ എനിക്കൊന്നും സംസാരിക്കാനുണ്ടെന്ന് സന്തോഷ് പറയുന്നുണ്ട്. മ്യൂച്വലെ 2 കൂട്ടരും സംസാരിച്ച സ്ഥിതിക്ക് 2 കൂട്ടരും യാതൊരു ആർഗ്യുമെന്റ്സിനും പോവേണ്ടെന്നാ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്ന് വീണ പറയുമ്പോ അപ്പോ നീ കാണാൻ വരില്ല അല്ലേ എന്ന് സന്തോഷും ചോദിക്കുന്നുണ്ട്. ഇനിയെല്ലാം നമ്മുടെ കുടുംബങ്ങൾ തമ്മിലല്ലേ സംസാരിക്കേണ്ടത് എന്ന് വീണ ചോദിക്കുമ്പോ ഓഹോ അപ്പോ എന്നെയായിട്ട് കാണില്ല ഉറപ്പിച്ചു അല്ലേ എന്ന് സന്തോഷ് ചോദിക്കുന്നുണ്ട്. ലീഗലി പോയതല്ലേ ചേട്ടാ, ഇനിയെല്ലാം പ്രോപ്പറായിട്ട് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് വീണ പറയുമ്പോൾ നീയേ വഴിയിൽ വെച്ച് എന്നോടൊന്നും മിണ്ടാതെ പോയത് എനിക്ക് നല്ല ഫീൽ ചെയ്തു എന്ന് സന്തോഷം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇനി തമ്മിൽ പേഴ്സണൽ ടോക്സ് പരമാവധി വേണ്ട, അത് ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സിലേക്ക് പോവും, അതുകൊണ്ട് അത് വേണ്ടാന്ന് അഡ്വക്കേറ്റ് പറഞ്ഞെന്ന് വീണ പറയുന്നുണ്ട്. അപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞാലേ നീ മിണ്ടൂ അല്ലേ എന്ന് സന്തോഷം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഇനി എന്തുണ്ടെങ്കിലും വീട്ടുകാരോടോ അഡ്വക്കേറ്റിനോടോ സംസാരിക്കാമെന്ന അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ളത് എന്ന് വീണ പറയുമ്പോഴേക്കും എന്നാ നീ അഡ്വക്കേറ്റ് പറയുന്നതും കേട്ട് ജീവിച്ചോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സന്തോഷം ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. കോൾ നിർത്തി അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ടീച്ചറമ്മയെ കാണുന്നത്. ടീച്ചറമ്മ അവളുടെ അരികിലേക്ക് വന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സന്തോഷ് ദേഷ്യപ്പെടുന്നതും മോള് സൗമ്യമായിട്ട് ക്ഷമയോടെ മറുപടി പറഞ്ഞതും ഇതാണ് വേണ്ടത് കുഞ്ഞി, ആ സൗമ്യതയാണ് നമ്മളുടെ ബോൾഡ്നെസ്. നന്നായി, ഇങ്ങനെ തന്നെ അങ്ങോട്ട് ബ്ലെയിം ചെയ്യാതെ കാര്യങ്ങൾ സംസാരിക്കുക. അടുപ്പമുള്ളിടത്തെ വഴക്കിനിട ഉള്ളൂ, അടുപ്പമില്ലേൽ വഴക്കും വേണ്ടാന്ന്. മോള് പലപ്പോഴും ഓവർ റിയാക്ട് ചെയ്യുന്നെന്ന് ചിലർ സൂചിപ്പിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായി, ഇതാണ് അമ്മയുടെ കുഞ്ഞി എന്ന് പറഞ്ഞ് ടീച്ചറമ്മ സന്തോഷത്തോടെ കുഞ്ഞിയെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സന്തോഷിന്റെയും വീണയുടെയും കാര്യങ്ങൾ സംസാരിക്കാനായി സന്തോഷിന്റെ ചേട്ടൻ ആനന്ദവും ചേട്ടത്തി റാണിയും കൂടി ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നതും വഴിയിൽ വെച്ച് സന്തോഷിനെ കാണുമ്പോഴേക്കും മൈൻഡ് ചെയ്യാതെ പോകുന്ന വീണയുടെ കയ്യിൽ കയറി സന്തോഷ് പിടിക്കുന്നതും അത് കണ്ടുകൊണ്ട് ജോൺ വരുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.